Hello, good morning, guys. നാല് 42 പൊതിച്ചു കഴിക്കണം ഗൈസ് പൊതിച്ചു പിന്നെ ഞാൻ എഴുന്നേറ്റു എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഉറക്കം മതിയായിട്ടില്ല ഗൈസ്. ഉറക്കം മതിയായിട്ടില്ല. സൺഡേ നോർമലി ഞാൻ 9:30-10 മണിയൊക്കെ ആകുമ്പോഴേ എഴുന്നേക്കാറ്. പക്ഷേ ഇന്ന് വന്നിട്ട് പൊതിച്ചോറ് ഉണ്ടാക്കണം എന്നുള്ള ടാസ്കിൽ ഞാൻ നേരത്തെ എഴുന്നേറ്റു. പിന്നെ ഹസ്ബൻഡും കുട്ടി കിടക്കണോണ്ട് കൊതിയായി. പിന്നെ അവരോട് പോയി കിടന്നു. പിന്നെ ഞാൻ എഴുന്നേറ്റു, ബ്രഷ് ചെയ്തു, കുട്ടീനെ വന്നിട്ട് മമ്മീൻ്റെ കയ്യിൽ കൊടുത്തു. മമ്മി എന്ന് പറയണത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ്. അമ്മ എടുത്ത് കൊടുത്തു. പിന്നെ ഏതൊക്കെയോ ഡ്രസ്സ് തപ്പി എപ്പോഴും എടുക്കാനുള്ള സെയിം ഡ്രസ്സ് എടുത്ത് നേരെ പോയി ഞാൻ കുളിക്കാൻ പോയി ഗൈസ്. പിന്നെ കുളിച്ചു വന്നപ്പോൾ ഹസ്ബൻഡും കുട്ടിയും കൂടി ഇരുന്ന് നല്ല കളി. പിന്നെ അവിടെ പോയി എന്ന് അവർ തോണ്ടിയിട്ട് നേരെ വന്നിനി ഞാൻ എൻ്റെ മേക്കപ്പിലേക്ക് കിടക്കുകയാണ് ഗൈസ്. എൻ്റെ മേക്കപ്പിലേക്ക് ഇപ്പം ഞാൻ എൻ്റെ മമ്മി അവിടെ വന്നിട്ട് മമ്മിയോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. എന്താ സംസാരിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഡാൻസൊക്കെ കളിച്ചുകൊണ്ട് എൻ്റെ ഐബ്രോ ഞാൻ ഫില്ല് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ ഐബ്രോ ത്രെഡ് ചെയ്തപ്പോൾ രണ്ടാക്കി കഴിഞ്ഞു ഗൈസ്. ഒരെണ്ണം മേപ്പോട്ടും ഒരെണ്ണം താഴ്പോട്ടും എന്നുള്ള പോലെ. പിന്നെ ഒരുവിധം ഞാൻ ഐബ്രോ ഒക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ കണ്ണെഴുതി. പിന്നെ ഒരു ലിപ് ലൈനർ ഉണ്ട്. ലിപ് ബാമും ലിപ് ലൈനറുമാണ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞാനൊരു പൊട്ടെടുത്ത് വയ്ക്കേണ്ടത് ഗൈസ്. പിന്നെ മസ്റ്റായിട്ട് നമ്മുടെ സിന്ദൂരം തൊട്ടു ഗൈസ്. ഞാൻ സിന്ദൂരം തൊട്ടു. പിന്നെ ഞാൻ കല്ലിയങ്കാട്ട് നീട്ടിലപ്പോൾ എൻ്റെ ഹെയറൊക്കെ വെച്ച് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വോളി ഉണ്ടായിരുന്ന ഹെയർ വന്നിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഡെലിവറി കഴിഞ്ഞപ്പോൾ അത് കെയർ ചെയ്യാൻ പറ്റാണ്ട് ഫുള്ള് തിക്നെസ് ഫുള്ള് പോയി ഗൈസ്. കുളിച്ചൊരുങ്ങി ഞാൻ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും രാവിലെ എഴുന്നേറ്റ് ഫുഡ് ഉണ്ടാക്കേണ്ട ഫുഡ് എങ്ങനെയായി. മമ്മി വന്നിട്ട് നല്ല ഇഡ്ഡലി മുളക് ചമ്മന്തി, നല്ല എരിവുള്ള മുളക് ചമ്മന്തി ആയിരുന്നു ഗൈസ്. നല്ല മുളക് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ 3 കാണുന്നതെങ്കിൽ ഞാൻ 5 എണ്ണം കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയിരുന്നു. നമുക്ക് നല്ല ഫുഡുകൾ കഴിക്കുമ്പോൾ ഇങ്ങനെ വായിൻ്റെ അവിടെ ഒരു പുളിപ്പ് സംഭവം വരാറില്ല. അതാണ് എനിക്കിപ്പോൾ വന്നത്. അതിൻ്റെ എക്സ്പ്രഷനാണ് നിങ്ങളിപ്പോൾ കണ്ടത്. പിന്നെ ഹസ്ബൻഡിനോട് ഫുഡ് കഴിക്കൽ എന്തൊക്കെയോ ഞാൻ ചോദിച്ചു നല്ല ആസ്വദിച്ച് ഞാൻ 5 ഇഡ്ഡലി ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു ഗൈസ്. അടുത്ത പ്ലാൻ ഇനി പർച്ചേസിന് പോകണം. പൊതിച്ചോറിനുള്ള ഐറ്റംസ് ഫിഷും ചിക്കനൊക്കെ വാങ്ങിക്കാനായിട്ട് പോയി. നേരെ പാർക്കിങ്ങിൽ പോയി വണ്ടീൻ്റെ മേലെ കയറി ആദ്യമായിരുന്നു ബാക്കിൽ കയറിയിട്ട്. കാര്യം സ്കൂട്ടിയിൽ വന്നിട്ട് പോകാൻ എനിക്ക് ഇരിക്കാൻ കഴിയില്ല. സോ ബൈക്കിൽ കയറിയിരുന്നു. പിന്നെ ഹസ്ബൻഡ് ചാവി എടുത്തിട്ട് വന്നു. ബൈക്കിൽ തന്നെ പോയി. ഞങ്ങളുടെ അവിടെയുള്ള ഹരിതാപ്പും പച്ചപ്പൊക്കെയാണ് ഈ കാണുന്നത് ഉള്ള ഭാഗത്ത്. പിന്നെ നമുക്ക് അടുത്ത് തന്നെയാണ് വന്നിട്ട് മാർക്കറ്റ് ഉള്ളത്. അതുകൊണ്ട് ഞാൻ വീട്ടിലിടുന്ന ഡ്രസ്സിൽ തന്നെ പോയിരിക്കുന്നത്. നേരെ നമ്മൾ ചിക്കൻ വാങ്ങിക്കാൻ പോവുകയാണ് ഗൈസ്. സുഗുണ ചിക്കൻ. കഴിഞ്ഞ വ്ളോഗിലുണ്ടായിരുന്നു നമ്മൾ ചിക്കൻ ഫ്രൈ വാങ്ങിക്കുന്നത്. ഇവിടെ നമുക്ക് ചിക്കൻ ഫ്രൈ ഒക്കെ കിട്ടും. ഈ കാണുന്നതാണ് എൻ്റെ ഓഫീസ്. ഇപ്പം ഞാൻ കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് റെസ്റ്റിലാണ്. നമുക്ക് 2-3 ഐറ്റംസ് മാത്രം വാങ്ങിച്ചിരുന്നു. ഇത് സൺഡേ മാർക്കറ്റാണ്. നമുക്ക് നോർമലി നമ്മൾ ട്യൂസ്ഡേയാണ് മാർക്കറ്റിൽ പോവാറ്. പിന്നെ കുറച്ച് ക്യാരറ്റും ബീറ്റ്റൂട്ട് ക്യാപ്സിക്കം പിന്നെ അതേപോലെ നമുക്ക് കുറച്ച് 2-3 തേങ്ങ വന്നിട്ട് വാങ്ങിക്കണമായിരുന്നു. അതിന് വേണ്ടി മാത്രം വന്നു. ഹസ്ബൻഡ് ഫുഡ് കഴിക്കാതെ കൊണ്ട് ബോളി കണ്ടപ്പോൾ കഴിക്കണമെന്ന് പറഞ്ഞു വാങ്ങി ഗൈസ്. ചൂട് കൊണ്ട് കഴിക്കാൻ പറ്റില്ല. പിന്നെ വാഴയിലേക്ക് വാങ്ങിച്ച് നേരെ പോകുന്ന വഴി ഫിഷ് വാങ്ങിക്കാൻ കയറി. കട്ട്ല എന്ന് പറയുന്ന ഒരു ഫിഷാണ് വാങ്ങിച്ചത്. ഞാനിത് ഇവിടെ വന്നിട്ടാണ് കഴിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ഐ തിങ്ക് ഇത് ഡാമീനാണ്. നമ്മുടെ നാട്ടിലെ പോലെ സീ ഫിഷിൻ്റെ അത്രയൊന്നും വന്നിട്ട് ഒരു ടേസ്റ്റും ഇല്ല ഗ്യാസ്. ഒരു വികാരമില്ല കഴിക്കുമ്പോൾ. സാധനം കൊള്ളാം, സ്മൂത്താണ്, സോഫ്റ്റാണ് മീറ്റൊക്കെ. പിന്നെ കിച്ചണിൽ വന്നപ്പോൾ കിച്ചൺ ഫുൾ വൃത്തികേടായി കിടക്കുന്നു. പിന്നെ ഒരു പാട്ടൊക്കെ പാടി പെട്ടെന്ന് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു. ക്ലീൻ ചെയ്തിട്ട് കുക്കിംഗ് കുറച്ച് സ്പീഡാകും ഗൈസ്. ഇല്ലെങ്കിൽ വന്നിട്ട് നമുക്ക് പാത്രങ്ങളൊക്കെ വേണ്ടതൊന്നും കയ്യിലുണ്ടാവില്ല. പിന്നെ പെട്ടെന്ന് ക്ലീൻ ചെയ്ത് വെച്ചു. കൊണ്ടുവന്ന പച്ചക്കറി വന്നിട്ട് അത് നമുക്ക് ഫ്രഷാണ്, നീറ്റാണ് സാധനം. പക്ഷേ വന്നിട്ട് റോഡിൻ്റെ സൈഡിലൊക്കെ ഉള്ളതല്ല. മാക്സിമം നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുന്നതിന് മുന്നേ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെള്ളം ഫുള്ള് പോയിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വന്നിട്ട് വയ്ക്കാറ്. ക്യാപ്സിക്കം ബീറ്റ്റൂട്ടും ക്യാരറ്റ് അതൊക്കെ എടുത്ത് വെച്ചു. പിന്നെ നമ്മൾ തൈര് വന്നിട്ട് വീട്ടിൽ തന്നെ എപ്പോഴും ഉണ്ടാക്കാറ്. റെഡിമെയ്ഡ് വാങ്ങിക്കാറില്ല. പാല് വാങ്ങി നമ്മൾ തൈര് വന്നിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാറ്. അതാകുമ്പോൾ നല്ല പുളിയില്ലാത്ത വന്നിട്ട് നല്ല തൈര് കിട്ടും. പിന്നെ ഫിഷ് അവർ ക്ലീൻ ചെയ്ത് തന്നെങ്കിലും നമ്മൾ ഇവിടെ വന്ന് ചെയ്തിട്ട് പിന്നെ ഒരു ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടി വലിയ പീസ് വാല് അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓർത്തത് ഇത് ഫുൾ ഇന്ന് എടുക്കണ്ടല്ലോ എന്നോർത്ത് നാളത്തേക്ക് അതൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചു ഗൈസ്. പിന്നെ ഒരു 4 പീസ് മാത്രം എടുത്ത് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തു നേരെ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി.
ഇത് ഡാമീനായതുകൊണ്ട് നമ്മുടെ ഒത്തിരി മസാലാസ് ഒന്നും ചേർത്ത് കഴിഞ്ഞാൽ എനിക്കറിയാവുന്നത് വരയ്ക്കും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. സോ മുളക് പൊടി, ഉപ്പും മഞ്ഞൾപ്പൊടിയും തൈര് ചേർത്തിട്ടാണ് ഞാൻ വന്നിട്ട് മാഗ്നേറ്റ് ചെയ്യാറ്. അത് ചേർത്ത് മാഗ്നേറ്റ് ചെയ്ത് വെച്ചു ഗൈസ്. ഒരു 1 ഹവറോളം നമുക്ക് മാഗ്നേഷൻ വന്നിട്ട് ചെയ്ത് വെക്കാൻ പറ്റി. പിന്നെ വന്നിട്ട് മമ്മി അപ്പോഴത്തേക്കും ഉപ്പേരിക്ക് ഉള്ള തേങ്ങയൊക്കെ ചേർന്ന് തന്നിട്ടുണ്ടായിരുന്നു. ചിക്കനുള്ള ഓണിയനൊക്കെ ഞാൻ കട്ട് ചെയ്തു. പിന്നെ പെട്ടെന്നായിട്ട് എഗ്ഗ് ഉണ്ടാക്കണമായിരുന്നു, അതിനുള്ളതൊക്കെ കട്ട് ചെയ്ത് വെച്ചു. നേരെ ചിക്കൻ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അത് നമ്മൾ കുക്കറിൽ വേവിക്കാണ്ട് ഡയറക്റ്റ് ചിക്കൻ ഫ്രൈ ചെയ്യാണ്ട് ഡയറക്റ്റ് വന്നിട്ട് തന്നെയാണ് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ വന്നിട്ട് നമ്മൾ ഓംലേറ്റ് ഉണ്ടാക്കുന്നത് മസാല വന്നിട്ട് റോസ്റ്റ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. ചട്നി ഉണ്ടാക്കി, എൻ്റെ ഇടയ്ക്ക് ഉപ്പേരി ഉണ്ടാക്കി, എല്ലാം റെഡിയാക്കി ഗൈസ്. ചോറ് ഇല എടുത്തു വെച്ചു. ഉപ്പേരി, ബീട്രൂട്ട് ഉപ്പേരി, ചിക്കൻ റോസ്റ്റ്, ചമ്മന്തി, ഫ്രൈ, അച്ചാർ, അത് മറ്റേ നമ്മുടെ അരിനെല്ലിക്ക അച്ചാറാണ്. ഓംലേറ്റ് വെച്ചു. നന്നായിട്ട് ഫോൾഡ് ചെയ്ത് ഒരു ½ ആൻ അവറേ വെക്കാൻ പറ്റുള്ളൂ നമുക്ക്. കാര്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, ഓൾറെഡി പോയി വന്നെല്ലാം കുക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ സാവധാനം അത് ഓപ്പൺ ചെയ്തു. നല്ല അടിപൊളി സ്മെല്ലായിരുന്നു ഗൈസ്. തുറന്നപ്പോൾ വന്ന് നല്ല അടിപൊളി സ്മെല്ലായിരുന്നു. കുറ്റം പറയരുതല്ലോ, നിങ്ങൾ എസ് പി എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഞാൻ ഉണ്ടാക്കിയെങ്കിലും നല്ല അടിപൊളി ഫുഡായിരുന്നു. ഭയങ്കര ഇഷ്ടമായി എനിക്ക്. നിങ്ങൾക്ക് ഞാനിത് കഴിച്ച് കഴിയുമ്പോൾ അറിയാം. ഞാൻ കഴിച്ച് കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ വന്നിട്ട് ഒരു ഫോട്ടോ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് അത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ബീട്രൂട്ടും മറ്റേ ചിക്കൻ റോസ്റ്റ്, അത് ലിവറൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ കുറച്ച് പീസും മറ്റേ അച്ചാറിൻ്റെ ആ ഗ്രേവിയും ചട്നിയും കുറച്ച് ഫിഷ് ഫ്രൈയും ഒക്കെ കൂടെ എടുത്ത്, ഓംലെറ്റ് എപ്പോഴും തനിയെ കഴിക്കുന്നത് നല്ലത്. ഫിഷ് ഫ്രൈ ഒക്കെ കൂടെ എടുത്ത് അതൊന്ന് ഫിഷ് ഫ്രൈ ഉള്ളിൽ വെച്ച് ഫുള്ളൊന്ന് പൊതിഞ്ഞെടുത്ത് ഒരു വായിൽ വെള്ളം വരുന്നു ഗൈസ് ഇപ്പോഴും പറയുമ്പോൾ. പിന്നെ ആസ്വദിച്ചിരുന്ന് ഫുഡ് കഴിച്ചു, കംപ്ലീറ്റ് ചെയ്ത് കഴിച്ചു. ഒരു ചോറ് ബാക്കിയില്ല. ഞാൻ കഴിക്കുന്ന കണ്ടപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കുറച്ച് ചോറ് തരുമോ ചേച്ചി എന്നും പറഞ്ഞ് വന്നിരുന്നതാണെന്നൊക്കെ പറഞ്ഞ് മമ്മീനോട് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനും എൻ്റെ മകളും കൂടെ കുറച്ച് നേരം താഴത്ത് കുട്ടികൾ വന്നിട്ട് ക്രിക്കറ്റ് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ക്രിക്കറ്റൊക്കെ കളിക്കുന്ന കണ്ടിരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ അവൾക്ക് ബോറടിച്ചു. പിന്നെ അവൾ എൻ്റെ മേത്തേക്ക് കയറി അകത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് കാണിച്ചു. പിന്നെ അകത്ത് വന്നപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു പഴംപൊരി വേണമെന്ന്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് വെളിയിൽ പോയിട്ട് വന്നപ്പോൾ ബീഫ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബീഫും പഴംപൊരിയും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ മമ്മി വന്നിട്ട് ബീഫ് കറി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പം മമ്മി ഉണ്ടാക്കി വെച്ച് പിന്നെ ഞാൻ പഴംപൊരി ഉണ്ടാക്കി അതും വന്നിട്ട് കഴിക്കണ്ടായിരുന്നു. ആർത്തി മൂത്ത് 2 എണ്ണമൊക്കെ എടുത്ത് വെച്ചിരുന്ന് കഴിച്ചു. പക്ഷെ ഒരെണ്ണേ കഴിക്കാൻ പറ്റുള്ളൂ. അത് എന്താണെന്നറിയില്ല. അത്ര പറഞ്ഞിട്ട് കാര്യമില്ല. ഉച്ചയ്ക്ക് അത്ര ഹെവി ആയിട്ടുള്ള തട്ടി കയറ്റിയത് ആകെ ഒരു വയറല്ലേ എനിക്കുള്ളൂ. പിന്നെ ഒരു 6-7 മണിയായപ്പോൾ ഹസ്ബൻഡ് ഒരു കോള്. അപ്പോൾ അതില്ലാതെ ആ നേരത്തെ എന്തോ അൺവാണ്ടഡ് കോളാന്ന് വിചാരിച്ച് വന്നപ്പോൾ ഫ്ലിപ്കാർട്ട് എന്നോട് പറയണ്ട എന്തോ ബുക്ക് ചെയ്തിരിക്കണം. അതെന്താണെന്ന് ചോദിച്ചിട്ട് പറയണില്ല, നീ തുറക്കുന്നു പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കെന്തോ സർപ്രൈസ് തന്നതാണെന്ന്. പറ്റിച്ചു, അവിടെ എന്നെ തേച്ചു. പിന്നെ കുഞ്ഞിനുള്ള വൈബ്സ് ആയതുകൊണ്ട് പിന്നെ ഞാൻ വെറുതെ വിട്ടു, അങ്ങനെയൊന്നും പറഞ്ഞില്ല. പിന്നെ അതൊന്ന് പൊളിച്ച് തിരിച്ച് അതിൻ്റെ അകത്ത് നിന്ന് ഒരെണ്ണെടുത്ത് കൈയും കാലൊക്കെ ഒന്ന് തുടച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും കുഴപ്പമില്ല, എന്തോ ഓഫറിന് കിട്ടിയതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇത്രയും ഒരുമിച്ച് വാങ്ങിക്കുക. അല്ലെങ്കിൽ നമ്മൾ വൈബ്സ് വന്നിട്ട് ഇത്രയും ഒരുമിച്ച് വാങ്ങിക്കുന്നത് നല്ലതല്ലല്ലോ. അങ്ങനെ വന്നിട്ട് എടുത്തു വെച്ചു. പിന്നെ രാത്രിയായപ്പം സന്ധ്യയ്ക്ക് കഴിച്ചു, എന്നാലും രാത്രിയായപ്പോൾ വിശപ്പ് വന്നില്ല. പക്ഷെ വന്നിട്ട് ഐസ്ക്രീം കഴിക്കണം എന്ന് പറഞ്ഞൊരു 10:30 ആയപ്പോൾ ഹസ്ബൻഡിനെ തുരത്തി വിട്ട് ഐസ്ക്രീം വാങ്ങിച്ച് ഞാൻ ഇന്നത്തെ തീറ്റ അവസാനിപ്പിച്ചു.